വീണ ചേച്ചി നമ്മുടെ ഗ്രൂപ്പിലെ ആക്റ്റീവായിട്ടുള്ളൊരു മെമ്പറാണ്. അപ്പം കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചേച്ചിക്ക്. അപ്പം എന്താ കേൾക്കാലോ? ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ജയ് ശ്രീ രാധേ രാധേ. നമസ്കാരം ശ്രീകാന്ത് സാർ. ഞാൻ ത്രിമധുരത്തിലെ വീണയാണ്. ത്രിമധുരത്തിലെ എല്ലാവർക്കും അറിയാമല്ലോ അമ്മയുടെ കാര്യം. അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. സർജറി കഴിഞ്ഞ് ബയോപ്സി റിപ്പോർട്ട് വന്നപ്പോൾ സ്റ്റേജ് 1 ആണ്. കീമോ വേണ്ട, കുറഞ്ഞ റേഡിയേഷൻ മതിയെന്ന് ഡോക്ടർ പറഞ്ഞു. ഗുരുവായൂരപ്പന് അനന്തകോടി നമസ്കാരം. അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. റിപ്പോർട്ട് വരുമ്പോൾ കീമോ ഇല്ലാതെ കുറഞ്ഞ റേഡിയേഷൻ മതിയെങ്കിൽ ഞാൻ ത്രിമധുരത്തിൽ പറയാമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. അമ്മയുടെ ചികിത്സ തുടങ്ങിയ സമയം മുതൽ ത്രിമധുരത്തിൻ്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് വളരെയേറെ അനുഗ്രഹമായി. മുറിവ് വേഗം ഉണങ്ങാനും ഒരു ബുദ്ധിമുട്ടില്ലാതെ തീരുമാനിച്ച സമയത്ത് തന്നെ റേഡിയേഷൻ തുടങ്ങാനും എത്രയും പെട്ടെന്ന് പൂർണ്ണ ആരോഗ്യം നേടാനും വേദനയും ക്ഷീണവുമില്ലാതെ മനസ്സിന് ധൈര്യം ലഭിക്കാനും എല്ലാവരും ഇനിയും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന ഉണ്ടാകുമ്പം അതിന് ഫലം ഉണ്ടാവുമെന്ന് പറയുന്നത് വെറുതെ അല്ലല്ലേ. നമ്മുടെ ഗുരുവായൂരിലൊക്കെയുള്ള പ്രത്യേകത എന്താണ്? കോടാനുകോടി ആളുകൾ വന്നിട്ട് പ്രാർത്ഥിക്കുകയാണല്ലേ. അപ്പോൾ അവിടെ എത്ര പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. അതാണ് എല്ലാവരെയും ഗുരുവായൂരിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ ചെറിയ രീതിയിലുള്ള പ്രാർത്ഥന എല്ലാവരും കൂടെ നമ്മളും ഗ്രൂപ്പുകളിലൊക്കെ പ്രാർത്ഥിക്കുന്നു, എന്തെങ്കിലും പ്രശ്നമൊക്കെ വരുമ്പോഴൊക്കെ. അപ്പോൾ അത് എന്താണെന്നറിയില്ല, എന്തൊക്കെയോ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഒന്നും പറയാനില്ല. ഹരേ കൃഷ്ണ.